നമ്മളൊരിക്കലും ഒരു പ്രസംഗം കൂടെ കേൾക്കുവാനുള്ള മാനസികാവസ്ഥയിൽ അല്ല, പ്രത്യേകിച്ച് ഞാൻ. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുന്നവരാണ്. അത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ലത് മാത്രമേ ഉള്ളൂ. ഈ കാലത്ത് നടത്തിയിരിക്കുന്ന മാനന്തവാടിയിലുണ്ടായിരുന്ന ആ ദുഃഖസത്യങ്ങൾ, വേളങ്ങാട്ടുണ്ടായിരുന്ന അവസരങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. പെട്ടെന്ന് ഒരിക്കൽ കൂടെ നമ്മൾ വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ മനുഷ്യ ജീവിതം സന്തോഷവും ദുഃഖം നിറഞ്ഞ ഒരു ജീവിതമാണ്. ആ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ അവസരത്തിൽ വേദനിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുത്തരുടെയും പ്രസംഗം ഉപകരിക്കുകയില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ജന്മം നൽകിയ നിത്യസൗഭാഗ്യത്തിലേക്ക് നമ്മൾ ഒരുക്കുന്ന ആ സ്നേഹിതാവാ ദൈവത്തിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ ആ സ്നേഹിതാവിൻ്റെ മുമ്പിൽ മാനുഷികമായിട്ടുള്ള വേദനയില്ലാതെയും ഞാൻ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സാധ്യതപ്പെടുത്തി അമ്മച്ച് കുടുംബാംഗങ്ങളുടെ സഹോദരങ്ങളെല്ലാം. സന്തോഷ ദുഃഖം സമ്മിശ്രമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദുഃഖിക്കുന്ന അവസരത്തിൽ പൂർത്തിയായമായി സന്തോഷിക്കുന്ന ഒരാളുണ്ട്. അത് ശിക്ഷ അച്ഛനാണ്. ആ സുഖത്തിൽ ഈ മകനെ കൊണ്ട് സന്തോഷം സ്വീകരിച്ച് ദൈവത്തിന് സ്തുതി പറയുന്ന ഒരു അവസരമാണ്. ആ ചാച്ചനെ ഞാൻ പ്രത്യേകമായി സ്മരിക്കുന്നു. ഈ അവസരത്തിൽ ഈ പ്രിയപ്പെട്ട മോന് പട്ടം കൊടുക്കുന്നതിനുള്ള വലിയ കൃപ, ഒരു വലിയതായിട്ട് എന്നുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചതിൽ ഞാൻ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. സച്ചിന് ദേശീയ അവസരത്തിലാണ് നമ്മുടെ വ്യക്തിയെന്ന് അറിയാം. അത് മനസ്സിലാക്കുന്നതിന് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെയാണ് താല്പര്യപ്പെടുന്നത്. കർത്താവ് സ്നേഹിക്കുന്നവർ, കർത്താവ് വിളിക്കേണ്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുള്ളത്. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും സന്തോഷമുള്ള അവസരങ്ങളോ ഈശ്വര വലിയ അത്ഭുതങ്ങളോ മറുപടികളോ ഒന്നുമല്ല നമുക്ക് നിത്യവേദന നൽകിയത്. താൻ ഈശ്വര വിടാനുഭവം കുരിശുമരണമാണ്. അതുവഴിയായിട്ട് നമ്മൾ നിത്യസൗഭാഗ്യത്തെ ബാക്കിയതായത്. അതുതന്നെ ദുഃഖ അനുഭവങ്ങളാണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടെ മനസ്സിലാക്കുന്നതിനും തിരിച്ചറിയിക്കുന്നതിനും നമ്മളെ കാരണമാക്കുന്ന എന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ശിശുവിന് പ്രകാരം പെട്ടെന്ന് നമ്മൾ വിളിച്ചതിലുള്ള വേദനയുണ്ടെങ്കിൽ പോലും അതെല്ലാം സ്വീകരിക്കുന്ന സന്മത്സ്യങ്ങൾ തമ്മിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു പരാതി തമ്മിലാനോട് ഒരു പരാതി മാത്രമേ ഉള്ളൂ. ആ പരാതി മാത്രമുള്ളൂ. സെൻസസിനെ ഒന്ന് കണ്ട് മതി തീരുന്നതിന് മുമ്പ് തന്നെ സെൻസസിലെ പിടിച്ചല്ലോ എന്നുള്ള ഒരു മനോദുഃഖം എനിക്കുണ്ട്. അത് എല്ലാവർക്കുമുണ്ട്. ഇതൊക്കെ എല്ലാവർക്കുമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ഫലമാണെന്നും നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്തെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് സ്നേഹത്തിന് വേണ്ടിയാണെന്ന് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. സന്മനസ്സിലുള്ള അനുഗ്രഹം ഇനി ഷിൻസസിന്റെ മാധ്യസ്ഥമായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി സ്വർഗത്തിൽ കണ്ടെത്തുന്നവരെ ഷിൻസച്ച യാത്ര